ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരാനായിട്ടിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിയേണ്ട A to Z കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അതായത് സിലബസ് തുടങ്ങി നോട്ടിഫിക്കേഷൻ തുടങ്ങി അങ്ങറ്റം ജോലി വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എൻ്റെ പേര് ജോബിൻ. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളെ 31/12/2022 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് 31/12/2022. അതായത് ഈ ഒരു നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്ന് പുതിയ നോട്ടിഫിക്കേഷൻ വരേണ്ടത് മക്കളെ 2025 പുതിയ നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ അടുത്ത വർഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാനിരിക്കുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടറിലേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് PSCക്ക് പറ്റുള്ളൂ. 691/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് കേരള ഡയറി ഡെവലപ്മെന്റ് ബോർഡിലേക്ക് 35,600 മുതൽ 75,400 വരെ ബേസിക് പേ വരുന്ന രീതിയിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു ഓഫീസ് പ്ലസ് ഔട്ട്ഡോർ ജോലി വരുന്ന ഒരു പോസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസിൽ മാത്രമായിരിക്കില്ല, ഓഫീസിലും പുറത്തും ജോലി വരുന്ന, അതായത് ഒരു ഓഫീസ് വാസിയാവാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. നിങ്ങൾക്ക് ഓഫീസിലും പുറത്തും ഔട്ട്ഡോറിലും ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ ഞാൻ പറയുന്ന ക്വാളിഫിക്കേഷൻ. ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോ. ക്വാളിഫിക്കേഷൻ ഇതാണ്: നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇതാണ് ബേസിക് ആയിട്ട് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് ഏത് ഡിഗ്രിയും ആയിക്കോട്ടെ. നിങ്ങൾ BSc ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ. കേരളത്തിലെ അംഗീകൃതമായിട്ടുള്ള കേരള PSC അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. പ്ലസ് ഈ ഡിഗ്രിയുടെ കൂട്ടത്തിൽ ഒരു യോഗ്യത കൂടി നിങ്ങൾക്ക് വേണം. നിങ്ങൾ +2 നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ഒന്നെങ്കിൽ മാത്സ് പഠിച്ചിരിക്കണം, അതല്ല എങ്കിൽ ബയോളജി പഠിച്ചിരിക്കണം. ഈ ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ മാത്സോ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ബയോളജി പഠിച്ചിരിക്കണം. അപ്പം +2 മാത്സോ ബയോളജിയോ പഠിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ശ്രദ്ധിച്ച് കേട്ടേടാ, നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ട് എങ്കിൽ, നിങ്ങൾ +2 മാത്സ് അല്ലെങ്കിൽ ബയോളജി പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഡിഗ്രിയുടെ കൂട്ടത്തിൽ തന്നെ വേണ്ട ക്വാളിഫിക്കേഷൻ ആണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 35,600 മുതൽ 75,400 വരെയാണ് ബേസിക് പേ. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. ഇനി നോക്കിയടാ, ഇതിൽ എന്തൊക്കെയാണ് ചോദിക്കുക? ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് +2 മാത്സ് എന്ന് പറയുന്നതോ ബയോളജി എന്ന് പറയുന്നതോ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സിലബസും അതേ രീതിയിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ആ ക്വാളിഫിക്കേഷൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്നത് 1 ഫിസിക്സ് ആണ്, 2 കെമിസ്ട്രി ആണ്, 3 സുവോളജി, 4 ബോട്ടണി, മറ്റൊന്ന് മാത്സ് സ്പെഷ്യൽ ടോപ്പിക്. അതായത് ആകെയുള്ള 6 സബ്ജക്റ്റുകളിൽ 5 എണ്ണവും നിങ്ങൾ +2 പഠിച്ച സബ്ജക്റ്റുകൾ തന്നെയാണ്. ക്ലിയർ അല്ലേ? നിങ്ങൾ +1 പഠിച്ച സബ്ജക്റ്റുകൾ തന്നെയാണ്. ഫിസിക്സ് 20 മാർക്കാണ്. ഇതിന്റെ സിലബസിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്ക് വീതം ചോദിക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേരള PSC. ഫിസിക്സിൽ 20 മാർക്ക് ചോദ്യങ്ങൾ വരും, കെമിസ്ട്രിയിലും 20 മാർക്ക് ചോദ്യങ്ങൾ വരും. ബയോളജി 2 തിരിച്ചിട്ടുണ്ട്, ഒന്ന് സുവോളജിയും 2 ബോട്ടണിയും. 10 മാർക്ക് വീതം സുവോളജിയിലും ബോട്ടണിയിൽ നിന്നും ചോദിക്കും. മാത്സ് 20 മാർക്കാണ്. നോർമൽ PSC മാത്സ് അല്ല, നമ്മുടെ +1 സിലബസ് അനുസരിച്ചിട്ടുള്ള മാത്സ്. അതായത് മെട്രിക്സ്, സെറ്റ്, ബൈനോമിയൽ തിയറം, അതേപോലെ തന്നെ സീരീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇത്തരത്തിൽ +1 സിലബസ് അതേപടിയുള്ള എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാൻഡേറ്ററി മാത്സ് അല്ലെങ്കിൽ ബയോളജി എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതേപോലെ തന്നെ മാത്സ് കൂടാതെ സ്പെഷ്യൽ ടോപ്പിക് കൂടിയുണ്ട്. ഈ സ്പെഷ്യൽ ടോപ്പിക് എല്ലാവർക്കും പൊതുവായിട്ട് തന്നെ വരുന്നതാണ്. ആർക്കും പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് കാണില്ല. ഡയറി ഫാമുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടി വരുന്ന സിലബസ്. മക്കളെ നോക്കിയടാ, നിലവിൽ 70 അഡ്വൈസുകളാണ് ഈ ഒരു പോസ്റ്റിൽ പോയിട്ടുള്ളത്. 70 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. അതായത് 5/12/2024 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് ആണ്. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. 3 വർഷത്തേക്കാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഇനിയും ഈ റാങ്ക് ലിസ്റ്റ് തീരേണ്ടത് 4/12, ശ്രദ്ധിച്ചു കേട്ടോണേ, 4/12/2027 4/12/2027 ഈ റാങ്ക് ലിസ്റ്റ് തീരേണ്ടത്. അതായത് ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്ര നാൾ കൂടിയുണ്ട്? ഇതിപ്പോ 2026 ആയിട്ടുണ്ട്.
1.5 വർഷം കൂടി ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. 1.5 വർഷം കൂടി റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. നിലവിൽ 70 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. നമുക്കൊരു 100-120ഓളം അഡ്വൈസുകൾ പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുക. ലാസ്റ്റ് ജൂണിലാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ അഡ്വൈസും അവിടെ സെറ്റായി. മക്കളെ, ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ടുള്ള ഒരു ബാച്ച് സൂപ്പർ നോട്ട്സിൽ ഓഗസ്റ്റ് മാസം 17-ാം തീയതി ആരംഭിക്കുകയാണ്. അതായത് 2 ദിവസം കൂടി കഴിയുമ്പോൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓഗസ്റ്റ് 17-നാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ പുതിയ ബാച്ച് വരിക. ഓപ്പറേഷൻ ഡയറി എന്നാണ് ഈ ഒരു ബാച്ചിന്റെ പേര്. ഓപ്പറേഷൻ ഡയറി എന്നാണ് ഈ ഒരു ബാച്ചിന്റെ പേര്. ഓപ്പറേഷൻ ഡയറി എന്ന് പറയുന്ന ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 17-നാണ്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കൂടി കിട്ടും. കാരണം ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ നിൽപ്പുണ്ട്. 2 ദിവസം കൂടിയാണ് ഓഫറിന്റെ കാലാവധി. നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ബാച്ചും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി ഓഫർ ആയിട്ട് 20% കിട്ടും. അതായത് ബാച്ചിന്റെ ഫീസ് 3999 രൂപയാണ്. ബാച്ചിന്റെ ഫീസ് എത്രയാണ്? 3999 രൂപയാണ്. നിങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കൂടി കിട്ടും. അതായത് ഏതാണ്ട് ഒരു 700 രൂപ കൂടി ഡിസ്കൗണ്ട് കിട്ടും. അതായത് മൊത്തത്തിൽ ഒരു 3199 ആ ഒരു റേഞ്ച് മാത്രമേ നിങ്ങൾക്ക് അടക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പൊ അത്രയും ഒരു ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ 20% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ക്ലാസ് തുടങ്ങുന്നത് 17-ാം തീയതി ഓറിയന്റേഷനോട് കൂടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ധാരണ എവിടെ കിട്ടും, എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ വരിക എന്നുള്ളത് കിട്ടും. ഒരു സ്റ്റഡി പ്ലാൻ ഇവിടെ കാണും, കൃത്യമായ എക്സാമുകൾ കാണും, നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും, A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് കാണും, മെന്റർഷിപ്പ് സപ്പോർട്ട് കിട്ടും. ആ രീതിയിലാണ് ഈ ബാച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. വളരെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരിക. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിലേക്ക് 8281223366 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോടാ. എന്നിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോ. 17-ാം തീയതി നമുക്ക് ഓറിയന്റേഷൻ സെഷനിൽ കാണാം. ഓക്കെ.